പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, ഈ അബ്രാഹത്തിന്റെ മേൽ അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്യിക്കുന്ന നല്ല തമ്പുരാനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലുടനീളം നാം കണ്ടുമുട്ടുന്നത്. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു മനുഷ്യൻ, നെഞ്ചിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അനുഗ്രഹമാകാനും അനുഗ്രഹമേകാനുമായി വിളിക്കപ്പെട്ടവൻ. അബ്രാഹത്തിന്റെ ജീവിത വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വഴിയെ ചരിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ വഴിയെ ചരിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്യും. ഈ അനുഗ്രഹം ഏറ്റുവാങ്ങിയ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൃപകളുമായി കടന്നു വരുന്ന ദൈവത്തെയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അനുഗ്രഹം ആവർത്തിക്കപ്പെടുകയാണ്. 24-ാം അധ്യായം 1-ാം തിരുവചനത്തില് നാം ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളിലും ഒരുവനെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നാമൊക്കെ വിചാരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരുവനെ അനുഗ്രഹിച്ചാൽ പിന്നെ അവന് വേറൊന്നും ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ച അനുഗ്രഹമായി തീർന്ന ആ മനുഷ്യന്റെ ജീവിതം ഭൂമെത്ത വിരിച്ചതായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി തന്നെ തന്റെ നാടും വീടും ദേശവും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. വാഗ്ദാനം ലഭിച്ചു, എന്നാൽ അതിന് ഉത്തരം ലഭിക്കുന്നില്ല. നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പ്, എങ്കിലും അബ്രാഹം പതറുന്നില്ല. പതറാതെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു കൊച്ചു കഥ ഓർക്കുകയാണ്. ഓഫീസ് മുറിയിലെ മേശപ്പുറത്ത് ഏവരെയും ആകർഷിച്ചുകൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരു പേപ്പർ വെയിറ്റ്. ആ കൊച്ചു വസ്തു കാണുമ്പോൾ എല്ലാവരും അതിനെ ഒന്ന് എടുത്തു നോക്കും, അതിന്റെ മനോഹാരിത ഒന്ന് ആസ്വദിക്കും. ഈ കൊച്ചു വസ്തു തന്റെ കഥ പറഞ്ഞത് ഇപ്രകാരമാണ്. മലമുകളില് സ്വസ്ഥമായിരിക്കുന്ന കൂർത്തുമൂർത്ത ഒരു കല്ലായിരുന്നു ഞാൻ. ഒരു ദിവസം അതിശക്തമായ കാറ്റും മഴയുമുണ്ടായി. മഴയുടെ പ്രവാഹത്തില് എനിക്ക് ഒഴുകേണ്ടി വന്നു. ഒഴുക്ക് അത് വേദന നിറഞ്ഞതായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഞെരുക്കി. എന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും അടർന്നു വീണുകൊണ്ടിരുന്നു. ഒഴുകി ഒഴുകി നിലയ്ക്കാത്ത ഒഴുക്കില് ഞാൻ എത്തിപ്പെട്ടത് ഒരു നദിയിലാണ്. ഞാൻ വിചാരിച്ചു എന്റെ വേദന ഇപ്പോൾ തീരുമെന്ന്. പക്ഷേ തുടർന്നു വന്ന അതിശക്തമായ ഒരു ജലപ്രവാഹത്തില് വീണ്ടും എനിക്ക് ഒഴുകേണ്ടി വന്നു. നിലയ്ക്കാതെയുള്ള പ്രവാഹം, അതികഠിനമായ വേദന. അവസാനം ഞാനൊരു സമുദ്രത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയെങ്കിലും എനിക്ക് സ്വസ്ഥമാകാമെന്ന്. പക്ഷേ അവിടെയും എന്റെ സ്ഥിതി മെച്ചമായിരുന്നില്ല. അതിശക്തമായ തിരയും ഓളങ്ങളുമായിരുന്നു എന്നെ എതിരേറ്റത്. അതിനിടയിൽ ഞാൻ കരയ്ക്ക് വന്ന് അടിഞ്ഞു. ആ കരയിലൂടെ നടക്കുന്ന കൊച്ചുകുട്ടികൾ എന്നെ വീണ്ടും എടുത്ത് തിരയിലേക്ക് എറിയും.
ഇത് പല ദിവസങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. എന്റെ വേദന തീരുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും വിലപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ശില്പി ആ കടൽ തീരത്തുകൂടി കടന്നുപോയി. ആ ശില്പി എന്നെ കണ്ടു. അവൻ എന്നെ കയ്യിലെടുത്തു. ഞാൻ വിചാരിച്ചു എന്റെ വേദന ഇതോടെ അവസാനിക്കുമെന്ന്. പക്ഷേ ആ ശില്പി എന്നെ കൊണ്ടുപോയത് അവന്റെ പണിപ്പുരയിലേക്കായിരുന്നു. അവൻ എന്നെ കൊത്തി മിനുക്കി, എന്തൊക്കെയോ രൂപങ്ങളാക്കി മാറ്റി. അവസാനം അവൻ എന്നെ ഒരു സമ്മാന പാക്കറ്റിൽ പൊതിഞ്ഞ് എൻ്റെ യജമാനന് കാഴ്ചവെച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ആ കൊച്ചു വസ്തു തൻ്റെ കഥ അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്രകാരം പറയുകയാണ്: എനിക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളിലൂടെ ഞാൻ കടന്നുപോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മനോഹാരിത എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നാമൊക്കെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവും ഈ വേദനകളുടെയും സഹനങ്ങളുടെയും പാതയിലൂടെ കടന്നുപോയതായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വേദനകളും സഹനങ്ങളും വന്നപ്പോൾ നമ്മെ പോലെ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിൽ മുറുകെ അള്ളിപ്പിടിച്ചവനായിരുന്നു അബ്രാഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം അനുഗ്രഹമായി പകർന്നത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വീണ്ടും കാണുന്നുണ്ട് അബ്രാഹത്തിന്റെ സന്തതി പരമ്പരകളെ പോലും അനുഗ്രഹിക്കുന്ന ദൈവം. 25 അധ്യായം 11 തിരുവചനത്തില് നാം വായിക്കുന്നു: അബ്രാഹത്തിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് വീണ്ടും നാം കാണുന്നു 26 അധ്യായം 24 തിരുവചനത്തില്: എന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നോക്കുക, ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്ന ഒരുവനിലൂടെ തലമുറകളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കപ്പെടുകയാണ്. നാം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്: ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മിൽ നിന്നും തലമുറകളിലേക്ക് അനുഗ്രഹം ഒഴുക്കപ്പെടും. ഒരു കൊച്ചനുഭവം കൂടി ഇതിനോട് ചേർത്ത് വെക്കാം. ഒരിക്കല് ഒരു ധ്യാന സ്ഥലത്ത് ക്രിസ്ത്യൻ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അവള് ആരോടൊക്കെ സംസാരിച്ചാലും അതിന്റെ അവസാനത്തില് അവൾ ഇങ്ങനെ പറയും: ദൈവം ചേട്ടായിയെ അനുഗ്രഹിക്കട്ടെ, ദൈവം ചേച്ചിയെ അനുഗ്രഹിക്കട്ടെ, ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ, ദൈവം സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. ആരോട് സംസാരിച്ചാലും കുട്ടി അവസാനം ഇതുകൂടി കൂട്ടിച്ചേർക്കും. ഞങ്ങൾക്കൊക്കെ അതിശയമായി. കാരണം ഇന്നത്തെ സംസ്കാരം നമുക്കറിയാം. ഇന്റർനെറ്റിന്റെയും സിനിമയുടെയും അതുപോലെ തന്നെ മെഗാ ഷോയുടെയും ഒക്കെ പിന്നാലെ പായുന്ന കുഞ്ഞുമക്കൾ, അവർ കാണുന്ന വലിയ വ്യക്തിത്വങ്ങളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന കുഞ്ഞുമക്കള്, അവരുടെ ഇടയിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തയായി മാറുകയാണ്. ഞങ്ങൾ അതിന് കാരണം അന്വേഷിച്ചു. അവളുടെ മാതാപിതാക്കളോട് ചോദിച്ചു. അപ്പോ അവർ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. പ്രിയമുള്ളവരെ, നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരമാണത്. ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തില് ജന്മം കൊണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഒരു ഹൃദയത്തോടെ എന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു: ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, ഒരനുഗ്രഹമായി മാറാൻ ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് പ്രാപ്തരാക്കണമേ എന്ന്. നോക്കുക, പിതാവിന്റെ പ്രാർത്ഥന, അനുഗ്രഹം അത് കുഞ്ഞുമകളിലേക്ക് പകർന്നു ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു കുഞ്ഞായി ആ കുട്ടി മാറിയെങ്കിൽ അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല. ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുവാൻ, അനുഗ്രഹമേകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹപ്പെടുകയാണ്. ഇനിയും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അധ്യായങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിഞ്ഞ ഒരു അമ്മയെയും ഒരു മകനെയും. പിതാവിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കുവാനായി ശ്രമിക്കുകയാണ് യാക്കോബും റബേക്കയും. പിതാവ് അനുഗ്രഹം മൂത്ത മകന് വെച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട്
പിതാവിന്റെ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കിയ ആ അമ്മ മകനെ നിർബന്ധിക്കുകയാണ് അനുഗ്രഹം തട്ടിയെടുക്കുവാനായിട്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കും. പ്രിയമുള്ളവരെ, നാം ഒക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയും മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളെ ഇന്ന് ബലമുള്ളതാക്കുന്നുണ്ടോ? മലബാറിലെ മണ്ണിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് ആർക്കും വേണ്ടാത്തവരായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം ഓർക്കുക, അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരിക. ഒരുപക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി മണിമാളികകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം നാം മറക്കാൻ പാടില്ല, അവരുടെ ജീവിതത്തിന്റെ ഏകാന്തതകളില്, അവരുടെ ഒറ്റപ്പെടലുകളില്, അവരുടെ നൊമ്പരങ്ങളില്, ആരുമില്ലാത്ത അവസ്ഥകളില് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിൽ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക, അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക. ഇതോട് കൂട്ടിച്ചേർത്ത് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളും കാണുവാനായിട്ട് സാധിക്കും. 48 അധ്യായത്തില് എഫ്രൈമിനെയും മനാസയെയും അനുഗ്രഹിക്കുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. ജോസഫ് മക്കളെ രണ്ടുപേരെയും കൊണ്ടുചെന്ന് പിതാവിന്റെ അടുക്കൽ നിർത്തുകയാണ് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട്. അപ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രൈമിനെയും മനാസയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ ഇനി അനുഗ്രഹങ്ങൾ ആവർത്തിക്കപ്പെടുക. നോക്കുക, അനുഗ്രഹം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. തലമുറകൾ എഫ്രൈമിനെയും മനാസയെയും പോലെ അനുഗ്രഹമുള്ളതായി മാറി. അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് എന്ന് കൂടി തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളെ അവഗണിക്കാതെ അനുഗ്രഹമായി മാറാനുള്ള നമ്മുടെ വിളി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഏറിയാൽ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം അതിനപ്പുറത്ത് ജീവിച്ചിരിക്കുന്നവര് ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈ ചുരുങ്ങിയ ജീവിതകാലത്തിനിടയിൽ ആർക്കെങ്കിലുമൊക്കെ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി മാറും എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. എങ്കിലേ ഈ ജീവിതം കൊണ്ട് നമുക്ക് വിലയുള്ളതാവുകയുള്ളൂ. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കാം. 29 അധ്യായം 5 തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് അവന്റെ കൂടെയുണ്ടായിരുന്നു. ജോസഫിനെ പ്രതി കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നോക്കുക, ജോസഫ് എന്ന് പറയുന്ന പൂർവ്വപിതാവ്, ഈ ജോസഫിന്റെ ജീവിതത്തെ കനിഞ്ഞനുഗ്രഹിക്കുന്ന ദൈവം. ജോസഫ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഈ ജോസഫിനെ തകർക്കാൻ പലരും ശ്രമിച്ചതായിട്ട് നമുക്കറിയാം. തകർക്കാൻ ശ്രമിച്ച സഹോദരങ്ങളോ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ശ്രമിച്ച ദേശാധിപതികൾക്കും പ്രലോഭനത്തിന്റെ വശ്യമായ പുഞ്ചിരിയുമായി കടന്നു വന്ന സ്ത്രീകൾക്കോ ഒന്നും ജോസഫിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അനേകർക്ക് അനുഗ്രഹമായി മാറി. സ്നേഹമുള്ളവരെ, കർത്താവ് കൂടെയുള്ള ജീവിതങ്ങളാണ് അനുഗ്രഹമുള്ളതായി ഭവിക്കുക. നമ്മുടെ കൂടെ കർത്താവിനെ കൂട്ടുവിളിച്ച് നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് അത് ഭവിക്കും. നാം എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്യിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കർത്താവ് കൂടെയുള്ള നമ്മുടെ ജീവിതങ്ങൾ വഴി നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ സുഹൃത്തുക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ഈ ലോകത്തിന് മുഴുവനും ഒരനുഗ്രഹമാകുവാൻ
നമ്മുടെ കൊച്ചു ജീവിതങ്ങൾക്ക് സാധിക്കണം.